നമസ്കാരം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പുതിയൊരു വേക്കൻസിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് DFCCIയിലേക്കുള്ള വേക്കൻസികളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, MTS തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏകദേശം 642 ഒഴിവുകളാണുള്ളത്. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് 18 ജനുവരി 2025 മുതലാണ്. അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 16 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 സെക്കൻഡ് സ്റ്റേജ് ആഗസ്റ്റിലും ആയിരിക്കും. അതുകൂടാതെ അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്ടോബർ ഓർ നവംബർ ടൈമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ 642 പോസ്റ്റുകളിൽ 464 പോസ്റ്റ് വരുന്നത് MTS വേക്കൻസിയാണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് 16,000 മുതൽ 45,000 വരെയാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷനാണ്. 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾ ITIയും കൂടി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. 60% മാർക്കോടെ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കണം. അപ്പം 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ ITIയും കൂടി വേണം. അല്ലെങ്കിൽ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ITI 60% മാർക്കോടെ കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 464 വേക്കൻസിയിൽ ജനറൽ 194, SC 70, ST 32, OBC 122, EWS 46, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് 33, എക്സ് സർവീസ്മെൻ 113 വേക്കൻസി. വേറൊരു പോസ്റ്റ് വന്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 75 വേക്കൻസിയാണുള്ളത്. UR 28, SC 9, ST 7, OBC 23, EWS 8, PWD 3, എക്സ് സർവീസ്മെൻ 10. 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇതിന് വേണ്ടത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, റെയിൽ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മൈക്രോ പ്രോസസർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡിപ്ലോമ, ഇതിൽ പറഞ്ഞ ഡിപ്ലോമ ഏതെങ്കിലും നിങ്ങൾ 60% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞ ഡിപ്ലോമ വേണം. 60% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ വേക്കൻസി ഉണ്ട്. 64 പോസ്റ്റാണ്. അതിന് 3 വർഷത്തെ ഡിപ്ലോമയാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ പോസ്റ്റുകളാണ്. 60% മാർക്കാണ് ഇതിനും വേണ്ടത്. എക്സിക്യൂട്ടീവ് സിവിലിനത് 3 വർഷത്തെ ഡിപ്ലോമ തന്നെയാണ്. 36 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗിലും ഒക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുക. 60% മാർക്ക് ആവശ്യമാണ്. ജൂനിയർ മാനേജർ ഫിനാൻസിൻ്റെ 3 വേക്കൻസിയാണ്. ഫൈനൽ എക്സാമിനേഷൻ CA അല്ലെങ്കിൽ CMA പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് ജൂനിയർ മാനേജറിന് 30 വയസ്സ് വരെയും എക്സിക്യൂട്ടീവ് 30 വയസ്സ്, MTS 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 വർഷത്തെയും OBC നോൺ ക്രിമിലെയറിന് 3 വർഷത്തെയും വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റുകളിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പോസ്റ്റിന് വേണ്ടി മാത്രമായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം. അതിൽ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് മാത്സ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ റെയിൽവേയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. 10 മാർക്കിൻ്റെ അതാണ് അതിൻ്റെ സിലബസ് വരുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരികയാണെങ്കിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളത് ട്രിവാൻഡ്രം മാത്രമാണ്. ബാക്കി ഇന്ത്യയുടെ പല സെൻറ്ററുകളിലുണ്ട്. ബാംഗ്ലൂർ, കൊൽക്കത്ത, ചെന്നൈ ഒക്കെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രമാണ് ഇതിന് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജൂനിയർ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾക്ക് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. SC ST കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, PWD, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള പേജ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക്. ഇതിൽ ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ നോക്കിയത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വായിക്കാം. ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്ററാണ് ചെയ്യേണ്ടത്. മറ്റു രജിസ്റ്റർ എന്ന് പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നീട് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ FAQ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നുണ്ട്. 16 ഫെബ്രുവരി 2025 വരെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.